നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കും. വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. 16 സീറ്റുകളിൽ സിപിഎം മത്സരിക്കും. പി കരുണാകരൻ ഒഴികെയുള്ള സിറ്റിംഗ് എംപിമാർക്ക് വീണ്ടും സീറ്റ് നൽകും. എം ആരിഫ് എംഎൽഎയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ.എൻ. ബാലഗോപാലും പി രാജീവും പട്ടികയിലുണ്ട്. കോഴിക്കോട് എ പ്രദീപ് കുമാർ സ്ഥാനാർത്ഥിയായേക്കും. കോട്ടയത്ത് പുതുമുഖമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബാകും സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ജെഡിഎസിന് നൽകിയ കോട്ടയം കൂടി സിപിഎം ഏറ്റെടുത്തു. ഇതോടെ 10 പാർട്ടികളുള്ള മുന്നണിയിൽ സിപിഎമ്മിനും സിപിഐക്കും മാത്രമായി ലോക്സഭാ സീറ്റ്. പി ജയരാജനെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള സിപിഎം നീക്കമാണ് ഏറ്റവും ശ്രദ്ധേയം. ജയരാജൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അരയിൽ ഷുക്കൂർ വധക്കേസിൽ സിബിഐ പ്രതി ചേർത്തതോടെ സാധ്യത മങ്ങി. ഇപ്പോൾ ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കേന്ദ്രത്തിനും സിബിഐക്കും രാഷ്ട്രീയ മറുപടി നൽകുകയാണ് സിപിഎം. സിറ്റിംഗ് എംപിമാരായ പി കെ ശ്രീമതി, എം ബി രാജേഷ്, പി കെ ബിജു, ഇന്നസെന്റ്, ജോയ്സ് ജോർജ്, എ സമ്പത്ത് എന്നിവർ നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. മത്സരിക്കാനില്ലെന്ന് ആദ്യം പറഞ്ഞ ഇന്നസെന്റിനും ഒഴിവാക്കാൻ ആലോചിച്ച പി കെ ബിജുവിനും ഒരവസരം കൂടി നൽകുകയായിരുന്നു സിപിഎം. കാസർഗോഡ് പി കരുണാകരന് പകരം സംസ്ഥാന സമിതി അംഗം കെ പി സതീഷ് ചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് എ പ്രദീപ് കുമാർ എംഎൽഎ മത്സരിക്കും. എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവാണ് സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ അരൂർ എംഎൽഎ എ എം ആരിഫ് മത്സരിക്കും. കോട്ടയത്ത് ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സിപിഎം ചിഹ്നത്തിൽ മത്സരിക്കും. സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സിന്ധുവിന്റെ സ്ഥാനാർത്ഥിത്വം. കൊല്ലത്ത് മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ.എൻ. ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ ആറന്മുള എംഎൽഎ വീണ ജോർജിനെയാണ് സിപിഎം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. മലപ്പുറത്ത് എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ പൊതുസമ്മതിയുള്ള സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. ബുധനാഴ്ച പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. കഴിഞ്ഞ തവണ തങ്ങൾ മത്സരിച്ച കോട്ടയം സീറ്റ് സിപിഎം ഏറ്റെടുത്താൽ പകരം ഒരു സീറ്റ്. അതാണ് ജനതാദൾ എസിന്റെ ആവശ്യം. സീറ്റ് നൽകാനാകില്ലെന്ന കാര്യം ഇന്നലത്തെ ചർച്ചയിൽ തന്നെ സിപിഎം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇന്നും സിപിഎം നിലപാട് ആവർത്തിക്കും. സീറ്റ് ലഭിച്ചേക്കില്ലെന്ന തിരിച്ചറിവ് ജനതാദളിനുമുണ്ട്. എന്നാൽ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് അവരുടെ തീരുമാനം. സൗഹൃദ മത്സരം ഉൾപ്പെടെ കടുത്ത നിലപാട് എടുക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗത്തിനുണ്ട്. INL, ജനാധിപത്യ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുമായും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കോട്ടയമോ പത്തനംതിട്ടയോ ആണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. സീറ്റില്ലെന്ന് ഉറപ്പായെങ്കിലും കടുത്ത നിലപാട് അവർ സ്വീകരിച്ചേക്കില്ല. പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ട് NCP കത്ത് നൽകിയെങ്കിലും അതും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. മറ്റു ഘടകകക്ഷികളൊന്നും സീറ്റിന് വേണ്ടി കാര്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. അതിനിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സിപിഎമ്മിന്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും ഇന്ന് ചേരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു സീറ്റ് മാത്രം. 2 സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് വീണ്ടും തള്ളി. തങ്ങളെ ഒരു സീറ്റിൽ ഒതുക്കുന്നത് ഖേദകരമാണ് എന്നും തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് പ്രഖ്യാപിക്കുമെന്നും കെ മാണി പറഞ്ഞു. സീറ്റ് സംബന്ധിച്ച് ഇനി ചർച്ചയില്ല എന്ന് UDF കൺവീനർ ബെന്നി ബെഹനാനും വ്യക്തമാക്കി. 3ാം വട്ട ചർച്ചയിലും കേരള കോൺഗ്രസിന് അനുകൂലമായ ഒരന്തരീക്ഷവും ഉണ്ടായില്ല. അധിക സീറ്റ് അനുവദിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ ചർച്ചയും അവസാനിച്ചു. ഇന്നത്തെ ദേശീയ സാഹചര്യം ബോധ്യപ്പെടുത്തിയതായും ഇനി കേരള കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൂടി ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തങ്ങളെ ഒരു സീറ്റിൽ ഒതുക്കുന്നത് ഖേദകരമാണെന്നും എന്നാൽ UDFിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും KM മാണി പറഞ്ഞു. വ്യക്തിയോട് ഞങ്ങളെ ചേർത്ത് നിർത്തി ഒരു സീറ്റിൽ ഞങ്ങളെ ഒതുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പൊതു താല്പര്യം എന്നുള്ള നിലയ്ക്ക് എല്ലാം രമ്യമായിട്ട് പോകണമല്ലോ. കേരള കോൺഗ്രസ് എപ്പോഴും UDFിന് രമ്യമായി UDFിന്റെ ഐക്യം നിലനിർത്തുവാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. വ്യാഴാഴ്ച കോട്ടയത്താണ് കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗം. PJ ജോസഫിന്റെ നിലപാടാകും യോഗത്തിൽ നിർണായകമാകുക. അനുവദിച്ച സീറ്റിൽ തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ്. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDFിൽ ചർച്ചയാകും മുമ്പേ 2 സീറ്റ് എന്ന ആവശ്യം ഉയർത്തിയവരാണ് കേരള കോൺഗ്രസ് നേതൃത്വം. നിലവിലുള്ളത് ഒരു സീറ്റ് മാത്രമാണ്. എന്നാൽ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന PJ ജോസഫിന്റെ കടുത്ത നിലപാട് മാണിയെയും മകനെയും വെട്ടിലാക്കി. മാണിയും ജോസ് കെ മാണിയും ജോസഫിനൊപ്പം 2ാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ച് ഒപ്പം കൂടി. ഒരു സീറ്റേ ഉള്ളൂവെങ്കിൽ ആ സീറ്റിൽ താൻ മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി ജോസഫ് രംഗത്തെത്തിയപ്പോൾ KM മാണി പെട്ടു.
പാർട്ടി പിളരുമോ എന്ന ആശങ്കയും പരന്നു. കേരള കോൺഗ്രസിന്റെ ആവശ്യം ന്യായമെന്ന് ആവർത്തിച്ചു പറഞ്ഞ കോൺഗ്രസ് രണ്ടാം സീറ്റ് കൊടുക്കാമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞതുമില്ല. ഒടുവിൽ ഇന്നലെ രാത്രി ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം. ഇനി മാണിയുടെ മുന്നിൽ എന്താണ് പോംവഴി? ജോസഫിനെ അനുനയിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഒരു സീറ്റിൽ ആരെ മത്സരിപ്പിക്കും? ചോദ്യങ്ങൾ നിരവധിയാണ്. എല്ലാറ്റിനും ഒടുവിൽ പിളർപ്പ് എന്ന പതിവ് കേരള കോൺഗ്രസിൽ വീണ്ടും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി കെ.എം. മാണിയുടെ മരുമകനും സഭയുടെ പിന്തുണ തനിക്കുണ്ട് എന്ന അവകാശവാദവുമായി മുൻ ജില്ലാ കളക്ടർ കൂടിയായ എം.പി. ജോസഫ് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ, ചാലക്കുടി സീറ്റുകളിൽ ഒന്നിൽ പരിഗണിക്കണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. സീറോ മലബാർ, ലത്തീൻ സഭകളിലെയും 6 ബിഷപ്പുമാരുടെ പിന്തുണയാണ് എം.പി. ജോസഫിന്റെ പ്രധാന അവകാശവാദം. കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക് എന്നിവരുമായും ഇതിനകം ജോസഫ് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നേട്ടങ്ങളാണ് പ്രധാനമായും സ്ഥാനാർത്ഥിയാകാനുള്ള വ്യക്തിപരമായ യോഗ്യതയായി ഉയർത്തിക്കാണിക്കുന്നത്. പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നതെന്നും എം.പി. ജോസഫ് പറയുന്നു. കെ.എം. മാണിയുടെ മരുമകൻ എന്ന ലേബലിലല്ല താൻ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറോ മലബാർ സഭയ്ക്ക് മേധാവിത്വമുള്ള തൃശൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ തന്നെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. ഇതേ ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കളുമായി ഇന്ത്യൻ കാത്തലിക് ഫോറം ഭാരവാഹികളും കൂടിക്കാഴ്ച നടത്തി. ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ഇന്ന് യോഗം ചേരും. രാവിലെ 10 മണിക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം. 3ാം സീറ്റ് ആവശ്യത്തിൽ UDF ഉഭയകക്ഷി ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ യോഗം വിലയിരുത്തും. മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ 3ാം സീറ്റ് വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. 3ാം സീറ്റിനു പകരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയോ രാജ്യസഭാ പ്രാതിനിധ്യം അവകാശപ്പെടുകയോ വേണമെന്ന അഭിപ്രായവും യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബിജെപി നടത്തുന്ന പരിവർത്തന യാത്രകൾക്ക് തുടക്കമായി. ഇന്ത്യൻ സേനയുടെ കരുത്ത് പ്രധാനമന്ത്രി ലോകത്തിന് കാട്ടിക്കൊടുത്തുവെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റും ഉൾപ്പെടെ കോമ മുന്നണിയാണ് മത്സരിക്കുന്നത് എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ ആരോപണം. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയായേക്കും. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. സുരേന്ദ്രനെ പത്തനംതിട്ട ഉൾപ്പെടുന്ന തെക്കൻ മേഖലാ ജാഥയുടെ നായകനാക്കിയതിനു പിന്നിലും ലക്ഷ്യമിതാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി കൊടുങ്ങൂരിൽ നിന്നും ആരംഭിച്ച പരിവർത്തന യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് ഫലത്തിൽ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേദിയാകുകയായിരുന്നു. സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ വ്യക്തമായ സൂചന നൽകി. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നുള്ള നേതാവായ നോബിൾ മാത്യുവിനോട് സുരേന്ദ്രനെ സഹായിക്കണമെന്ന് പറഞ്ഞ് മണ്ഡലത്തിന്റെ കാര്യത്തിലും സൂചന നൽകുന്നു. നോബിള് അടുത്ത പ്രദേശത്തുകാരനാണ്. BJPക്കൊക്കെ ഞാൻ നാളെ പറഞ്ഞു, കുറെ പണം സുരേന്ദ്രനൊക്കെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നുണ്ട്, കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. BJP പത്തനംതിട്ട മണ്ഡലത്തിന് നൽകുന്ന പ്രാധാന്യവും ശ്രീധരൻപിള്ള വിശദീകരിച്ചു. ശബരിമല പോരാട്ടങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന നിലയിലാണ് പത്തനംതിട്ടയെ BJP കാണുന്നത്. ഇത്തവണ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ശബരിമലയുടെ സന്നിധാനത്തിന്റെ പശ്ചാത്തലമുള്ള ജില്ലയിൽ നരേന്ദ്രമോദിയുടെ സന്ദേശവാഹകരെ ഈ കുങ്കുമഹരിത പതാകയെ വിജയിപ്പിക്കണം, അതിൽ നിങ്ങൾക്ക് സാധിക്കും. നേരത്തെ തൃശൂർ മണ്ഡലത്തിലായിരുന്നു സുരേന്ദ്രന്റെ കണ്ണ്. തിരുവനന്തപുരത്തും സുരേന്ദ്രൻ സജീവ പരിഗണനയിലായിരുന്നു. കാസർഗോഡ് നിന്നും തെരഞ്ഞെടുപ്പിൽ സ്ഥിരം സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രനെ അപ്രതീക്ഷിതമായാണ് തെക്കൻ മേഖലാ ജാഥയുടെ നായകനാക്കിയത്. ന്യൂസ് 18 കോട്ടയം. അയോധ്യ ഭൂമി തർക്കം മധ്യസ്ഥ ചർച്ചകളോടെ പരിഹരിക്കാൻ സുപ്രീംകോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുക. നിലവിൽ സിവിൽ നടപടി ചട്ടത്തിലെ 89ാം വകുപ്പ് പ്രകാരം അയോധ്യ തർക്കം പരിഹരിക്കാൻ ആലോചിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. അയോധ്യയിലെ തർക്കഭൂമി 3ആയി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ 16 അപ്പീലുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ അപ്പീലുകൾ കഴിഞ്ഞയാഴ്ച പരിഗണിക്കവെയാണ്
തർക്കം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെയെന്ന് ഭരണഘടനാ ബെഞ്ച് കക്ഷികളോട് ആരാഞ്ഞത്. 1% സാധ്യതയുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്നാണ് കോടതിയുടെ ചോദ്യം. തുടർന്നാണ് സിവിൽ പ്രൊസീജിയർ കോഡിലെ 89ാം വകുപ്പ് പ്രകാരം അയോധ്യ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ആലോചിക്കുന്നതായി കോടതി അറിയിച്ചത്. കോടതി മേൽനോട്ടത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമമാവും നടക്കുക. മധ്യസ്ഥ ശ്രമത്തോട് കേസിലെ കക്ഷിയായ രാംലല്ലയുടെ അഭിഭാഷകൻ വിയോജിപ്പ് അറിയിച്ചിരുന്നു. അതേസമയം വിശാലാർത്ഥത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിക്കാമെന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട്. അയോധ്യ തർക്കഭൂമി കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ തർജിമ ചെയ്ത് നൽകിയ രേഖകൾ പരിശോധിച്ച് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ 6 ആഴ്ചത്തെ സമയം കക്ഷികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. റഫാൽ ഇടപാടിനെ പറ്റി സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കുക. ഉത്തരവിലെ പിഴവ് തിരുത്താനായി കേന്ദ്ര സർക്കാർ നൽകിയ അപേക്ഷയും കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാരോപിച്ച് നൽകിയ അപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്കെത്തും. റഫാൽ യുദ്ധവിമാന ഇടപാടിനെപ്പറ്റി സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന ഡിസംബർ 14 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിലാണ് സുപ്രീംകോടതിയിൽ നിർണായക വാദം. മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂറി, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ്, അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവരാണ് ഹർജിക്കാർ. ഡിസംബർ 14 വിധിയിൽ ഗുരുതര പിഴവുകളുണ്ടെന്നും സർക്കാരിന്റെ വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ അംഗീകരിച്ചാണ് വിധിയെന്നുമാണ് ഹർജികളിലെ വാദം. വിധിക്ക് ശേഷം വന്ന വിവരങ്ങൾ കൂടി പരിശോധിച്ച് കോടതി തീരുമാനമെടുക്കണം. കരാറിലെ പാകപ്പിഴവിനെപ്പറ്റി സിബിഐ അന്വേഷിക്കണം. കരാറിന് ഫ്രഞ്ച് സർക്കാരിന്റെ സോവറിൻ ഗ്യാരണ്ടിയില്ല. വിലപേശൽ സമിതിയുടെ എതിർപ്പ് മറികടന്ന് അടിസ്ഥാന വില 5.2 ബില്യണിൽ നിന്നും 8.2 ബില്യൺ യൂറോയായി ഉയർത്തി എന്നീ വിഷയങ്ങളിൽ കോടതിയുടെ വിശദമായ പരിശോധനയും ആവശ്യപ്പെടും. ചേംബറിൽ പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ ബെഞ്ച് തീരുമാനിച്ചത്. ഉത്തരവിലെ പിഴവ് തിരുത്താനായി കേന്ദ്ര സർക്കാർ നൽകിയ അപേക്ഷയും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രശാന്ത് ഭൂഷൺ നൽകിയ അപേക്ഷയും കോടതി പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. അതിർത്തിയിൽ പാക് ഭീകരവാദികൾ ഉയർത്തിയ ഭീഷണി മൂലം റഫാൽ അത്ര ചർച്ചയായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ. യുദ്ധഭീതിയിൽ നിന്ന് രാജ്യം മുക്തമാകുമ്പോഴേക്കും റഫാൽ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. റഫാൽ ഇടപാട് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു. എന്നാൽ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ കേൾക്കാൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ വാദം കേൾക്കും. ഉത്തരവിലെ പിഴവ് തിരുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം മാത്രമല്ല കോടതി പരിഗണിക്കുക. കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ഹർജിയും കോടതി പരിഗണിക്കും. ഇനി പറയേണ്ടത് കോടതിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതിയിൽ നിന്നൊരു പ്രഹരമേൽക്കാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നു എന്നത് സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ്. കോടതി പറയുന്നൊരു ചെറു പരാമർശം പോലും തിരിച്ചടിയായേക്കാം. ലോകത്ത് ഏറ്റവും അന്തരീക്ഷ മലിനീകരണം നേരിടുന്ന 10 നഗരങ്ങളിൽ 7ഉം ഇന്ത്യയിൽ. ഡൽഹിക്ക് സമീപം ഗുരുഗ്രാമാണ് ഏറ്റവും മലിനീകരണം നേരിടുന്ന നഗരം. രാജ്യ തലസ്ഥാനങ്ങളിൽ ഏറ്റവും മലിനമായ അന്തരീക്ഷം ഡൽഹിയുടേതാണ്. ചൈനയുടെ നഗരപരിസരം ഏറെ മെച്ചപ്പെട്ടപ്പോഴാണ് ഇന്ത്യൻ നഗരങ്ങൾ അപകടകരമാം വിധം മലിനമായത്. രാജ്യതലസ്ഥാനത്തിന്റെ സമീപ പ്രദേശമായ ഗുരുഗ്രാമമാണ് ഏറ്റവും അന്തരീക്ഷ മലിനീകരണം നേരിടുന്ന നഗരം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദാണ് രണ്ടാമത്. പട്ടികയിലെ 3-ാം ഇടം പാകിസ്ഥാനിലെ ഫൈസലാബാദിനാണ്. 4 മുതൽ 7 വരെ സ്ഥാനങ്ങളും ഇന്ത്യൻ നഗരങ്ങൾക്കാണ്. ഫരീദാബാദ്, ഭീവണ്ടി, നോയിഡ, പട്ന എന്നിവയാണ് 4 മുതൽ 7 വരെ സ്ഥാനങ്ങളിൽ. ലക്നൌവാണ് 9-ാം സ്ഥാനത്ത്. 10ാമത് പാകിസ്ഥാനിലെ ലാഹോറാണ്. ഡൽഹി 11ാം സ്ഥാനത്ത്. ആദ്യ 50 നഗരങ്ങളിൽ അധികവും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന രാജ്യങ്ങളിലെ പട്ടണങ്ങളാണ്. ആദ്യ 20-ൽ 18ഉം ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ നഗരങ്ങളും. രാജ്യതലസ്ഥാനങ്ങളിൽ ഏറ്റവും മലിനമായ അന്തരീക്ഷം ഡൽഹിയുടേതാണ്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക 2ാമതും അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ 3ാമതുമാണ്. പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളാണ് മലിനീകരണ കാരണമെന്നാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പരിസ്ഥിതി സംഘടനയുടെ പഠനം ചൂണ്ടിക്കാട്ടുന്നത്. വനനശീകരണം കൂടിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. റവന്യൂ വകുപ്പിന്റെ മൊറട്ടോറിയം നിലനിൽക്കെ വീണ്ടും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല എന്ന ജപ്തി ഭീഷണി നേരിടുന്ന കർഷകർ. കാർഷികേതര വായ്പകളുടെ പലിശ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ 2018 ഒക്ടോബറിൽ വായ്പാ കുടിശ്ശികയ്ക്ക് 1 വർഷത്തേക്കാണ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് വീണ്ടും 1 വർഷത്തേക്ക് കൂടി സർക്കാർ മൊറട്ടോറിയം.
ആയിരക്കണക്കിന് കർഷകർ ജപ്തി ഭീഷണി നേരിടുമ്പോൾ മൊറട്ടോറിയം കൊണ്ട് കാര്യമില്ലെന്നാണ് കർഷകരുടെ പക്ഷം. ജപ്തി ഭീഷണി നേരിടുന്നവർ കോഴിക്കോട് ഒത്തുകൂടി. 2,30,000 രൂപ തിരിച്ചടച്ച്, പക്ഷെ അത് അവർ ഇൻട്രസ്റ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എമൗണ്ടിൽ കുറച്ച് തരാമെന്നാണ് അന്ന് പറഞ്ഞത്, പക്ഷേ അതവർ ചെയ്ത് തന്നിട്ടുമില്ല. അടയ്ക്കാതിരിക്കാൻ പറ്റില്ല, പൈസ കൊടുക്കണ്ടേ, എന്തായാലും കുറച്ച് കൊടുക്കും, കൈക്ക് കൊടുക്കാൻ പറ്റും, കൊടുക്കണം. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നത് ജില്ലാ സഹകരണ ബാങ്കാണ്. ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കാർഷികേതര വായ്പകളുടെ പലിശയും കൂട്ടുപലിശയും കാർഷിക കടാശ്വാസ കമ്മീഷൻ ഇടപെട്ട് എഴുതിത്തള്ളണമെന്നാണ് സർഫേസി നിയമത്തിനെതിരെയുള്ള കൂട്ടായ്മയുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകരുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കും. പ്രളയബാധിത പ്രദേശത്തെ കാർഷിക വായ്പകൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. കൂടാതെ കാർഷിക വായ്പകൾ പുനർവായ്പയായി ക്രമീകരിക്കണമെന്നും സർക്കാർ യോഗത്തിൽ ആവശ്യപ്പെടും. കർഷക ആത്മഹത്യകൾ തുടർച്ചയായി നടന്ന ഇടുക്കിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഇടുക്കിയിൽ ഉപവാസ സമരം നടത്തും. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നും ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കട്ടപ്പന ഗാന്ധി സ്ക്വയറിലാണ് ഉപവാസം. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കും. 2 മാസത്തിനിടയിൽ കടബാധ്യത മൂലം 8 കർഷകരാണ് ഇടുക്കിയിൽ ആത്മഹത്യ ചെയ്തത്. കർഷകരുടെ വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള ബാങ്കുകളുടെ നടപടി തടയുന്നതായിരുന്നു മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനം. കാർഷിക വായ്പ മാത്രമല്ല, കർഷകരെടുത്ത കാർഷികേതര വായ്പകൾക്ക് കൂടി മൊറട്ടോറിയം ബാധകമാകുകയും ചെയ്തു. കാർഷിക കടാശ്വാസ കമ്മീഷൻ പരിഗണിക്കുന്ന വായ്പകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമാകുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെയും സാധ്യമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. കാരണം ഇവയൊക്കെയും ബാങ്കുകൾ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. ഇത് അംഗീകരിച്ച് എടുക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് ബാങ്കേഴ്സ് സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ മൊറട്ടോറിയം നിലനിൽക്കെ വീണ്ടും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല എന്ന് ജപ്തി ഭീഷണി നേരിടുന്ന കർഷകർ തന്നെ പറയുമ്പോൾ കർഷകർക്കൊപ്പം സർക്കാർ തീരുമാനിച്ച സർക്കാർ വെട്ടിലാകുമോ? കർഷക രക്ഷ സാധ്യമോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ചോദ്യം ഒരിക്കൽ കൂടി, കർഷക രക്ഷ സാധ്യമാകുമോ? വെന്തുരുകി കേരളം. വേനലിനെ നേരിടാൻ പദ്ധതികളുമായി സർക്കാർ. കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ ജനകീയ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ജലവിതരണത്തിന് യഥേഷ്ടം പണം ചെലവഴിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകി സർക്കാർ ഉത്തരവിറക്കി. വേനൽ കടുക്കുമെന്നുറപ്പായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് സർക്കാർ തീരുമാനം. കുടിവെള്ളക്ഷാമവും വരൾച്ചയും നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ ജില്ലാതലം വരെ സമിതികൾ രൂപീകരിക്കും. പൊതുജല സ്രോതസ്സുകളിലെ വെള്ളവും ഫലപ്രദമായി ഉപയോഗിക്കും. മനുഷ്യർക്കൊപ്പം പക്ഷിമൃഗാദികൾക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കറുകളിൽ GPS ഘടിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് 16.5 ലക്ഷവും മുനിസിപ്പാലിറ്റി 27.5 ലക്ഷവും കോർപ്പറേഷൻ 38 ലക്ഷം രൂപ വീതവും അടുത്ത 3 മാസം കുടിവെള്ള വിതരണത്തിനായി ചെലവഴിക്കാൻ അനുമതി നൽകി. സൂര്യാഘാതത്തിന് പുറമെ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്ന്, ചൂട് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ. രണ്ടാമതായിട്ട് വെള്ളം കുറയുന്നത് കൊണ്ടുള്ള ജലജന്യ രോഗങ്ങൾ. മൂന്നാമതായിട്ട് വെള്ളം കുറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന കൊതുകുജന്യ രോഗങ്ങൾ. ഇതൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. സ്ഥിതിഗതികൾ തുടർച്ചയായി പ്രത്യേക യോഗം ചേർന്ന് വിലയിരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. UD സ്മാർട്ട് കുടിവെള്ള പദ്ധതിയിൽ പൈപ്പുകൾ സ്ഥാപിക്കുക വഴി ജല അതോറിറ്റിയിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ കത്തിന്മേൽ വകുപ്പുതല അന്വേഷണം തുടങ്ങി. ജല അതോറിറ്റി MDക്കും ടെക്നിക്കൽ മെമ്പർക്കുമാണ് അന്വേഷണ ചുമതല. അതേസമയം അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ടും മറച്ചുവെച്ച മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. 22 പേരുടെ ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി എന്നൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ 50 ലക്ഷമാണ്. എല്ലാം കൂടെ 1-2 കോടി രൂപ അയാളോട് വാങ്ങിയിട്ടുണ്ട്. എന്നാലും ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. ഇത് പറഞ്ഞു എനിക്ക് ലാഭമാണ് സാധ്യത. കാരണം എനിക്ക് 3 ചിലവായിട്ടുണ്ട്.
പിന്നെ മോശപ്പെട്ട പൈപ്പാണെന്ന് പുള്ളി തന്നെ പറഞ്ഞു. കാരണം പൈപ്പ് വാങ്ങി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്, പൊട്ടുന്ന പൈപ്പേ വാങ്ങത്തുള്ളൂ. 69 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല റോഡ് യൂഡിസ്മാറ്റ് പദ്ധതിയിലെ പൈപ്പുകൾ പൊട്ടിയത് മൂലം 30 തവണയാണ് വെട്ടിപ്പൊളിക്കേണ്ടി വന്നത്. നിലവാരം കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി ജല അതോറിറ്റിയിലെ 22 ഉദ്യോഗസ്ഥർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയ വിവരം തനിക്ക് അറിയാമായിരുന്നുവെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ആരോപണം. തുടർന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അടിക്കടി പൈപ്പുകൾ പൊട്ടി വിവാദമായ പ്രദേശം അന്വേഷണ സംഘം പരിശോധിക്കും. കടുത്ത വേനലിൽ 8 ദിവസമാണ് ആലപ്പുഴ നഗരത്തിൽ പദ്ധതിയുടെ ശോചനീയാവസ്ഥ മൂലം കുടിവെള്ളം ലഭ്യമല്ലാതായത്. അതേസമയം അഴിമതിക്കാരെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും വിവരങ്ങൾ കൈമാറാതിരുന്ന മന്ത്രി ജി സുധാകരനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകുമെന്ന് DCC പ്രസിഡന്റ് എം ലിജു പറഞ്ഞു. ഇദ്ദേഹം നേരിട്ട് പണം വാങ്ങിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട പാർട്ടിക്കാർക്ക് കാശ് കിട്ടിയിട്ടുള്ള സുധാകരൻ അറിയാം. അത്തരം കാര്യങ്ങളൊന്നും വേണ്ട. ശക്തമായ രീതിയിൽ ഞങ്ങൾ നേരിടാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ് തെളിവായി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലെ അദ്ദേഹം വിജിലൻസിന് മുമ്പാകെ പോലീസിന് മുമ്പാകെ പറയട്ടെ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അഴിമതി നിരോധന നിയമപ്രകാരം ജി സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസ് നീക്കം. ജി സുധാകരന്റെ പ്രസംഗം ഇതിന് തെളിവായി നൽകുമെന്നും എം ലിജു പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മൂന്ന് പ്രധാനമന്ത്രിമാർക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു പോകേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അവിശ്വാസ പ്രമേയത്തിന് 1963 മുതലുള്ള ചരിത്രമുണ്ട്. ചൈനയുടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോഴായിരുന്നു പാർലമെന്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം വരുന്നത്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായെങ്കിലും ഭൂരിപക്ഷമുണ്ടായിരുന്ന നെഹ്റു സർക്കാർ അതിനെ അതിജീവിച്ചു. ലോക്സഭയുടെ ചരിത്രത്തിൽ ഒന്നല്ല 27 തവണ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 24 തവണയും സർക്കാരുകൾ ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തി പ്രമേയത്തെ പരാജയപ്പെടുത്തി. പക്ഷേ 3 പേരെ അവിശ്വാസ പ്രമേയം വീഴ്ത്തി. VP സിംഗ്, HD ദേവഗൌഡ, AB വാജ്പേയി എന്നിവരായിരുന്നു ആ 3 പേർ. 1990 നവംബർ 10-നായിരുന്നു VP സിംഗിനെ വീഴ്ത്തിയ അവിശ്വാസ പ്രമേയം. BJPയുടെയും ഇടതുപാർട്ടികളുടെയും പിന്തുണയോടെയായിരുന്നു രണ്ടാം ജനതാ പരീക്ഷണം. അയോധ്യയിലേക്ക് രഥയാത്രയുമായി എത്തിയ LK അദ്വാനിയെ ബീഹാറിൽ അറസ്റ്റ് ചെയ്തതോടെ സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. 142-നെതിരെ 346 വോട്ടുകൾക്ക് പ്രമേയം പാസായി. 7 വർഷത്തിനുള്ളിൽ മറ്റൊരു സർക്കാരും അവിശ്വാസ പ്രമേയത്തിൽ താഴെ വീണു. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചപ്പോഴായിരുന്നു കൂട്ടുകക്ഷി സർക്കാരിനെ നയിച്ചിരുന്ന HD ദേവഗൌഡ പടിയിറങ്ങിയത്. മൂന്നാമത്തെ ഊഴം AB വാജ്പേയിയുടേതായിരുന്നു. സഖ്യകക്ഷിയായിരുന്ന ജയലളിതയുടെ AIDMK പിന്തുണ പിൻവലിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് വാക്കുകൊടുത്തിരുന്ന BSPയും അവസാന നിമിഷം കാലുമാറി. പാർട്ടി തീരുമാനം മറികടന്ന് നാഷണൽ കോൺഫറൻസ് അംഗം സൈഫുദ്ദീൻ സോസ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. ഒറീസ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും MP സ്ഥാനം രാജിവെക്കാതിരുന്ന ഗിരിധർ ദമാങ്ങുമെത്തി വോട്ട് ചെയ്യാൻ. 1 വോട്ടിന്റെ വ്യത്യാസത്തിൽ പ്രമേയം വിജയിച്ചു. വാജ്പേയിക്ക് രാജിവെക്കേണ്ടിയും വന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.